പല വാർത്തകൾ ലോകാവസാനവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഈ അടുത്ത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലായി പ്രചരിച്ച ഒരു വീഡിയോ ദൃശ്യമുണ്ടായിരുന്നു. സമുദ്രത്തിൽ നിന്നും ഒരു ഓവർഫിഷ് എന്നറിയപ്പെടുന്ന മത്സ്യം കരഭാഗത്തേക്ക് വന്നിരിക്കുന്നു. എന്തുകൊണ്ട് അതൊരു വലിയ സംഭവമായി പറയുന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യവാസമുള്ള മേഖലയിൽ, മനുഷ്യ സാന്നിധ്യമുള്ള മേഖലയിൽ ഒരു കാരണവശാലും കാണപ്പെടാത്ത ജീവിയാണ് ഓവർഫിഷുകൾ. അതുകൂടാതെ ഇതിനു മുൻപ് ഓവർഫിഷുകൾ എത്തിയ സമയമെന്ന് പറയുന്നത് സുനാമിക്കോ വലിയ വിനാശകരമായ സംഭവങ്ങൾക്കോ മുന്നേ ആയിരിക്കും. മനുഷ്യന് സൂചന തരികയാണ് ഈ ഓവർഫിഷുകൾ സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഓവർഫിഷുകളുടെ ലക്ഷണം അവർ ഇപ്പോൾ കാണപ്പെടുന്നതിന് പിന്നാലെ ശാസ്ത്രലോകം തന്നെ വളരെയധികം ദുരൂഹമായി തന്നെയാണ് നോക്കിക്കാണുന്നത്. ഏതൊരു വിനാശകരമായ സംഭവം ഉണ്ടാകുന്നെങ്കിലും അത് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഒരു പ്രതിഫലനം ഉണ്ടാകും അതിൻ്റെ. പ്രത്യേകിച്ചും സുനാമി പോലുള്ള, സമുദ്രത്തിനടിയിലുള്ള ഭൂകമ്പങ്ങൾ പോലുള്ള പല സംഭവങ്ങൾ. ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ ജന്തുജാലങ്ങൾക്കും മൃഗാദികൾക്കുമൊക്കെ തന്നെ സാധിക്കുന്നതാണ്. അത്തരത്തിൽ ഓവർഫിഷുകൾ ഇക്കാര്യങ്ങൾ നേരത്തെ കൂട്ടി മനസ്സിലാക്കുകയും അത് കൃത്യമായി മനുഷ്യനുമായി സംവേദിക്കാനും ഏറെ മിടുക്കുള്ള മത്സ്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വലിയ ദുരന്തത്തിനുള്ള ലക്ഷണമാണോ എന്നുള്ള സംശയം പലരും പങ്കുവയ്ക്കുന്നത്. സൂര്യന് ചുറ്റും കറങ്ങുന്ന ഒട്ടനവധി ഗ്രഹങ്ങളുണ്ടെങ്കിൽ പോലും ജീവൻ്റെ തുടിപ്പുള്ളത് ഭൂമിയിൽ മാത്രമാണ്. ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമി രൂപപ്പെട്ടത്. അതിന് പിന്നാലെ പല തരത്തിലുള്ള പരിണാമങ്ങളും നമ്മുടെ ഗ്രഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. കൊടും ചൂടും കൊടും ശൈത്യവും കൊടുങ്കാറ്റും അതുപോലെ പല രീതിയിലുള്ള പരിണാമ സിദ്ധാന്തങ്ങളുമൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇന്ന് ഈ നൂറ്റാണ്ടിൽ, 21ാം നൂറ്റാണ്ടിൽ ഭൂമിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, ഭൂമിയിൽ അനുഭവിക്കുന്ന വ്യതിയാനങ്ങൾ, ഇതൊക്കെ തന്നെ ഏവരെയും ആശങ്കപ്പെടുത്തുന്നതാണ്. അങ്ങനെയാണ് ലോകാവസാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പോലും വിപുലമായി മാറുന്നത്. കടലിൻ്റെ അടിത്തട്ടിൽ മാത്രം താമസിക്കുന്ന മത്സ്യങ്ങൾ, വിഹരിക്കുന്ന മത്സ്യങ്ങൾ അങ്ങനെ കരയിലേക്കെത്തി മനുഷ്യനൊരു സൂചന നൽകുന്നു. അടിത്തട്ടിലുണ്ടാകുന്ന ഭൂകമ്പ സൂചനയാണെന്നാണ് പലരും ഇതിനെക്കുറിച്ച് പറയുന്നത്. കടലിലെ ആഴപ്പരപ്പുകളിൽ കാണപ്പെടുന്ന ഈ ഓർ മത്സ്യങ്ങൾ ദുരന്തങ്ങളെയൊക്കെ തന്നെ മുൻകൂട്ടി കാണുന്നു. അങ്ങനെയാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവ ജീവനോടെയോ അല്ലാതെയോ കരയ്ക്ക് അടിഞ്ഞാൽ അത് ദുരന്തമായിരിക്കും അതിൻ്റെ പരിണിത ഫലമെന്നാണ് ജപ്പാൻ അടക്കമുള്ള ചില ഏഷ്യൻ രാജ്യങ്ങളിലെ വിശ്വാസം. ഏറ്റവും അധികം സുനാമി ഭീഷണി നേരിടുന്ന ഒരു രാജ്യമെന്ന നിലയിൽ തന്നെ ജപ്പാൻ ഇതിൻ്റെ മുൻ അനുഭവങ്ങൾ ഒട്ടനവധിയുണ്ട്. ഈ മത്സ്യങ്ങളെ അങ്ങനെ മനുഷ്യന് കാണാൻ സാധിക്കുന്നതുമല്ല. ലോകത്ത് എല്ലുള്ള മത്സ്യങ്ങളിൽ വെച്ച് ഏറ്റവും നീളമുള്ളൊരു മത്സ്യമാണ് ഓവർഫിഷ് എന്ന് പറയുന്നത്. ജപ്പാനിൽ പലതരത്തിലുള്ള കെട്ടുകഥകളും മിഥ്യാധാരണകളുമൊക്കെ ഈ മീനിനെക്കുറിച്ച് പറയാറുണ്ട്. ലോകാവസാനത്തെക്കുറിച്ചും നിരവധി ആളുകളുടെ ജീവനെടുക്കുന്ന പ്രതിഭാസങ്ങളെക്കുറിച്ചുമുള്ള സൂചന നൽകുന്ന മത്സ്യമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. സാധാരണഗതിയിൽ ഇത് കരയിലേക്ക് എത്തിയാൽ ഭൂചലനങ്ങളെക്കുറിച്ചും സുനാമിയെക്കുറിച്ചുമുള്ള സൂചനയായി അതിനെ നോക്കിക്കാണുക. ജപ്പാനിലെ ഫുകുഷിമയിൽ 2011 ഉണ്ടായ സുനാമിക്കും ഭൂകമ്പത്തിനും മുൻപായി ഓർ മത്സ്യങ്ങൾ ഇതുപോലെ തീരത്തടിഞ്ഞിരുന്നു. അവർ ഒച്ചപ്പാടെടുത്ത് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ അന്നത് മനസ്സിലാക്കാൻ കൃത്യമായി സാധിക്കാത്തത് കൊണ്ട് തന്നെ ഒട്ടനവധി ആളുകളുടെ ജീവനും അപഹരിച്ചിരുന്നു. പാമ്പിനോട് സാദൃശ്യമുള്ള കൂറ്റൻ ഓർ മത്സ്യങ്ങൾക്ക് 20-ലധികം അടി നീളം വയ്ക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഇവയ്ക്ക് കടലിനടിയിലെ സീസ്മിക് പ്രവർത്തനങ്ങളെ, അതായത് ഭൂകമ്പ സൂചനകളെ, പ്രകമ്പനങ്ങളെ ഒക്കെ തന്നെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ഇത് തിരിച്ചറിഞ്ഞാണ് കടലിൽ 3300 അടിയിലധികം താഴ്ചയിൽ ജീവിക്കുന്ന ഓർ മത്സ്യങ്ങൾ കരയിലേക്ക് കടന്നു വരുന്നത്. ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ഓർഫിഷുകൾ കടലിന് മുകളിൽ വരുന്നതിൻ്റെ കാരണം നമുക്ക് സൂചന തരാൻ വേണ്ടിയാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ശാസ്ത്രീയമായ വിശദീകരണങ്ങളൊന്നും ലഭ്യമല്ല. എന്നിരുന്നാലും സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഇത് ആവർത്തിക്കപ്പെടുന്നു. ഈ മാസം 10-ാം തീയതിയാണ് ഓർ മത്സ്യത്തെ വീണ്ടും കരയിലടിയുന്ന രീതിയിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. മെക്സിക്കോയിൽ നിന്നാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. വളരെ വേഗത്തിൽ പാഞ്ഞെടുക്കുന്നൊരു മത്സ്യം കരയിലേക്ക് കയറാൻ പോകുന്നു. ഓറഞ്ച് നിറത്തിലും അതുപോലെ നീല നിറത്തിലുമുള്ള ചിറകുകളാണ് ഇതിനുള്ളത്. കരയിലെത്തി അത് നിശ്ചലമായി കിടക്കുന്നു. ഒരാളതിനെ എടുത്ത് കടലിലേക്ക് ഇടുന്നുവെന്നും മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട്. ഒട്ടനവധി ദുരൂഹതകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒന്ന് തന്നെയാണ് സമുദ്രം.